നമസ്കാരം. നമസ്തേ. ഡബിൾ ബാരൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ TP. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം വളരെ സന്തോഷകരമാണ്. അത് ഇനിയും കൂടി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സാധാരണ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മധുസൂദനന് നടന്ന് മതിയായിട്ടില്ല. അപ്പോ നാളത്തെ നടത്തം നമുക്ക് ഒന്നുകൂടി തുടർന്നാലോ, ഒന്ന് തിരിച്ചു പോയിട്ട് ഒന്നും കൂടി വന്നാലോ? ക്രിസ്ത്യൻ കോളേജ് പല ആൾക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വഴികളിൽ എല്ലാം കണ്ടില്ല. എന്തായാലും നടന്നതൊക്കെ വളരെ രസകരമായിരുന്നു. എല്ലാവർക്കും ഒരു പഴയ കാലത്തിലേക്ക് പോയതിന്റെ ഒരു എഫക്റ്റ് കിട്ടിയെന്നാ പറഞ്ഞത്. പക്ഷെ ചില ഭാഗങ്ങൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ചേർത്തി മുന്നോട്ട് പോകാം. അതെ. അപ്പൊ എവിടുന്നാ തുടങ്ങുന്നത്? ക്രിസ്ത്യൻ കോളേജിന്റെ ആ മതിലിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ആ മതിലിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അതല്ല നല്ലത്. അപ്പൊ അതായത് അതാണല്ലോ ബേസ്. ബേസ് അതാണല്ലോ, മതിലാണ് നമ്മുടെ ബേസ്. മതിലിനെ മറന്നാൽ നമ്മളെല്ലാം മായനം. അതെ. അപ്പൊ അവിടെ ഇങ്ങനെ നടന്നു വന്നിട്ട് പണ്ട് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു, ഓർമ്മ? പ്രിൻസിപ്പളിന്റെ ബംഗ്ലാവ്. അതൊരു മനോഹര ഒരു സ്ഥലമാണ്. മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാടായിട്ട് അതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നത്തെ വിദ്യാർത്ഥികൾ ആരും കണ്ടിട്ടില്ല അത്. അപ്പോൾ അന്ന് നമുക്ക് അത് അവിടെ ഒരു ആക്സസ് ഉണ്ടായിരുന്നു. ഏതായാലും അറിയില്ല, ഞാൻ ഒരുപാട് കാലം പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളെ ആരോ ഒരു പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അത് ടച്ച് ചെയ്തില്ല, അതിലൂടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിലേ ഒന്ന് പോയി കളയാം. മനോഹരമായ സ്ഥലമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് എന്തുമാവാമെന്നില്ലൊരു സ്ഥലമായിരുന്നു. പ്രിൻസിപ്പൾമാരെ അടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് ഒരു ആക്സസ് ചെയ്യായിരുന്നു. അവിടെ ഇരുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, അവർക്കൊരു കാവലായിരുന്നു നമ്മൾ കുറെ പേര്. പിന്നെ നമുക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലവും, ഫുള്ള് കാട്, മരങ്ങളൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ. അത് വളരെ സുന്ദരം തന്നെയായിരുന്നു. അതൊന്നും പുറമേല് വേറെ ആർക്കും അറിയലുണ്ടാവില്ല. ക്രിസ്ത്യൻ കോളേജായിട്ട് ബന്ധമില്ലവർക്ക് മാത്രം അറിയുന്ന ഒരു സ്ഥലമാണത്. അവിടെയും നമ്മളൊരു സായാഹ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് ഈ സമയത്തൊന്ന് ഓർക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പഴയ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കരുണാകര ആശുപത്രി ഒക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു ഫേമസ് സാധനമായിരുന്നു അന്ന്. ഒരു പ്രീഡിഗ്രി പഠിക്കുമ്പോ മറ്റേ ഹൈറ്റും വെയിറ്റും എടുക്കാൻ വേണ്ടി അവിടെ പോയത്. അവിടെ സർട്ടിഫിക്കറ്റിന്റെ ബുക്കിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പഴയ മാതിരി തന്നെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരു കാഞ്ചി റെസ്റ്റോറന്റ് ഒക്കെ ഓർമ്മയുണ്ട്. ഇന്നത്തെ ആ ഫാത്തിമ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ സ്ഥലത്ത് വലിയ കുളമായിരുന്നു. അതെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അവിടെ അമ്മ അതിന്റെ അടുത്ത് ഒരു ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. ഒരു ലേഡീസ് ഹോസ്റ്റൽ, ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ കുളമായിരുന്നു. അതെ. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ലേഡീസ് ഹോസ്റ്റൽ. ആ ലേഡീസ് ഹോസ്റ്റൽ വലിയൊരു കുളമാണ്. ഈ പാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു മെഡിക്കൽ ഷോപ്പ്, പഴയ ഒരു വീട് കാണുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അതിന്റെ പുറകിലൂടെ പോയാൽ ഒരു അമ്പലമുണ്ട്. അവിടെ വേറെ ഒരു നല്ല ഒരു സൈലന്റ് കുറെ ഫാമിലികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഈ കുളം പിന്നെ KP ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അത് വാങ്ങിയിരുന്നത്. എനിക്കറിയാം. അയാൾ ആ സ്ഥലത്തോട് കൂടി എല്ലാം വാങ്ങിയായിരുന്നു. വാങ്ങിയിട്ട് ആ കുളത്തിനെ ഫില്ല് ചെയ്തിട്ടാണ് ഈ അത് ഫില്ല് ചെയ്തപ്പോ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം മറ്റേ കിണറിലൊക്കെ വെള്ളം പറ്റിയെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അത്
ഉണ്ടോന്നറിയില്ല. ഏതായാലും പുള്ളി അന്നൊരു റിയൽ കാരണം എസ്റ്റേറ്റ് ഒരു ഏറ്റവും വലിയ സമയമായിരുന്നു അത് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ എടുത്ത അയാൾ അങ്ങനെ ചെയ്തിരുന്നു. അതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന അവിടെ തൊട്ടടുത്തായിരുന്നു ഈ കാഞ്ചി റെസ്റ്റോറന്റ്. അതൊരു വീടായിരുന്നു. ആ വീട്ടില് പിന്നെയായിരുന്നു ഈ കാഞ്ചി റെസ്റ്റോറന്റ് നടത്തിയിരുന്നത്. പക്ഷെ അതിന്ന് എല്ലാരും മറന്നുപോയ ഒരു പഴയ ഒരു നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഓർമ്മയുണ്ടോ? അതെ ക്യാമറ അതെ നൃത്തം എന്ന് അതെ പറയും. അതെ സമയത്ത് അതിലെ വൈകുന്നേരം ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഡ്രംസിന്റെ സൗണ്ടും ഒച്ചയും വിളിയും ബഹളം അടിപിടിയായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാല് നമ്മൾ വിട്ടുപോയത് കുരിശുപള്ളി. കുരിശുപള്ളി ഒരു 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 പിന്നെ ഭയങ്കര ഒരു ഇതിലെ സ്ഥലമാണത്. ആ കുരിശുപള്ളിയിൽ എല്ലാവരും എത്തുമായിരുന്നു. ഒരുവിധം കാമുകന്മാര് മുഴുവൻ വെള്ളിയാഴ്ചകളിൽ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു. കുറെ കാമുകന്മാർക്ക് സ്പിരിച്വാലിറ്റി മീറ്റ്സ് ലവ്. ലവ് രണ്ടും കൂടി കലർന്നൊരു സ്ഥലം. യേശു കർത്താവ് വരുന്ന അതിന്റെ ആള്. കർത്താവിനെ കാണാൻ വന്ന് നമ്മളവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഒരു കുട്ടികളങ്ങനെ വയ്യാലെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാധനം ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു. കുറെ കാമുകന്മാരെങ്ങനെ വൈകുന്നേരം ആയാലും ഒരു 4:30 മണിക്ക് ഇങ്ങനെ തുടങ്ങും. ആ 4:30 മണിയൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 8 മണി വരെ തന്നെ പണി. നമ്മൾക്ക് അന്ന് മൈതാനത്ത് അവിടെ ഇരുന്നാൽ കാണാൻ പറ്റുന്ന ഒരു രംഗമായിരുന്നു അതൊക്കെ. അപ്പൊ ഈ അവിടെ വരിക, മെഴുകുതിരി കത്തിച്ച്, ഈ പ്രേമത്തിന് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. തന്നെ ആളുണ്ടായിരുന്നു. അതിൽ ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാന്. ഏതോ ഒരു സീനിയർ പോലീസ് ഓഫീസർ, അയാളുടെ വൈഫ് അവിടെ അപ്പാരന്റ്ലി എല്ലാ വെള്ളിയാഴ്ചയും പോയിരുന്നു. അപ്പൊ ഈ പൂവാലന്മാരുടെ ശല്യം കുറച്ച് കൂടിയപ്പോ അവര് ഭർത്താവിനോട് പറഞ്ഞു, അവരൊന്നും വല്ലാണ്ടതാക്കണ്ട, പക്ഷെ ഒന്ന് ഒതുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അയാൾ ഒരു ദിവസം മഫ്റ്റിയിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വായി നോക്കിയിരുന്ന കുറച്ച് ആൾക്കാരെ ഒന്നിങ്ങനെ തോളിൽ തട്ടിപ്പോ എന്നിട്ട് ഇങ്ങനെ കൈ തട്ടി. പിന്നെ ഇവര് അപ്പൊ അവര് അല്ല നിങ്ങളാരാ പോലീസോ? അപ്പൊ അയാളുടെ ഡെസിഗ്നേഷൻ പറഞ്ഞു. അപ്പൊ ഇവന്മാരൊരു ഓട്ടം ഓടിയെന്നാ പറയുന്നത് അവിടുന്ന്. ആ ഒരു ഹോൾ ഗ്രൂപ്പ് അവിടെ നിന്ന് അതൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് ആൾക്കാർ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനെ കാണാൻ വരുന്ന ഒരു ദിവസം കൂടിയാണത്. പല ആൾക്കാര് കടങ്ങളും പ്രശ്നങ്ങളും പലതുണ്ടാവുമ്പോ പടച്ചവനടുത്താണല്ലോ അവസാനം നമ്മൾ എത്തിപ്പെടുന്ന. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം വളരെ ശക്തിയായിരുന്നു. ആ കുരിശുപള്ളി വളരെ ശക്തിയിലൊരു എന്തോ ഒരു ശക്തി അവിടെ ഉണ്ട്. അത് അങ്ങനെയായിരുന്നു. അത് എല്ലാവരും വരുമായിരുന്നു. എല്ലാരും വരുന്നത്, എല്ലാ മതസ്ഥരും വരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ വിചാരിക്കണ്ട പ്രേമിക്കാൻ പോയതെന്ന് വിചാരിക്കണ്ട, അല്ലാണ്ട് പോയിട്ടുണ്ട്. അല്ലാണ്ട് എപ്പോഴും അവിടെ ഒന്ന് കയറി ഇറങ്ങൽ എപ്പോഴും ഒരു സുഖമാണത്. അങ്ങനെ ആ ഒരു പള്ളി ആ ഒരു സ്ഥലത്ത് നല്ലൊരു വെളിച്ചം തന്നെയാണത്. വെള്ളിയാഴ്ചകളിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും അത് വളരെ ശക്തിയായിട്ട് കൂടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും അതൊരു നല്ലൊരു ഭംഗിയാണ്. നമ്മളെ കോഴിക്കോട് നഗരത്തിന്റെ ചില സൗന്ദര്യമാണ് അതൊക്കെ. ഈ ഓരോ സൗന്ദര്യങ്ങളാണ് അതൊക്കെ കാണാനൊരു രസം തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് നടത്താൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു എംപയർ പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ആ അശോക ആസ്പത്രിയുടെ മുന്നിൽ. അശോക ഹോസ്പിറ്റൽ, വൈറ്റ് ബിൽഡിംഗ്, ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഒരു നല്ല ബിൽഡിംഗ്. അത് ഇന്ന് കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞ് അത് പൊളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പൊളിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതൊരു ശരിക്കും ഒരു ബേജാറാണ് അത് കാണുമ്പോൾ. അവിടുത്തെ അത് പൊളിച്ചുകളെ അവിടെ എത്തുമ്പോ നമ്മളെല്ലാവരും റോഡ് വീതി കൂട്ടാൻ വേറെ വഴിയില്ല രണ്ട് സൈഡിന്നും. നമ്മളൊന്ന് മുകളിലേക്ക് ഒന്ന് നോക്കി പോവും അവിടെ എത്തുമ്പോ. ഓർമ്മയുണ്ടോ? എന്താണെന്നറിയോ? വലിയൊരു ക്ലോക്ക്, വളരെ കറക്റ്റ് ടൈമിൽ ഒരു ക്ലോക്ക് എന്നും കാണായിരുന്നു. അപ്പൊ ആ ക്ലോക്കിലേക്ക് ഒന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും, ഒന്ന് നോക്കരുത്. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അവിടുത്തെ. പിന്നെ ആ ഡോക്ടറൊക്കെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. നമ്മളെ ഡോക്ടർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ ഓർത്തോല്. അയാളൊക്കെ ഒരു ഭയങ്കര ഒരു ഡോക്ടറായിരുന്നു. നല്ലൊരു പിന്നെ മനുഷ്യസ്നേഹിയായ ഡോക്ടറായിരുന്നു. ജനങ്ങളെ സ്കാൻ ചെയ്ത് കൊല്ലാത്ത ഡോക്ടറായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അയാളെ എനിക്ക് കുറച്ച് പരിചയമൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിചയം ഉണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. നല്ലൊരു ആ ഹോസ്പിറ്റലല്ലേ നല്ലത്. ഹോസ്പിറ്റൽ എപ്പോഴും വലിയ നല്ല അനുഭവം പറഞ്ഞോളാലോ. ഒരിക്കലും അങ്ങോട്ട് പോകാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എങ്കിലും ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ,
ഇത് കാണാനില്ലേ ഒരു സുഖം, അതൊരു രസമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഏതൊക്കെയാണ് ഇത് പിന്നെ നിങ്ങളും കൂടി ഒന്ന് ചിന്തിച്ചാല് വിട്ടുപോകും. പിന്നെ നമ്മള് പോകുമ്പോ പിന്നെ നമ്മൾ KSM സ്ട്രീറ്റിലേക്ക് അങ്ങനെ പോകാം അല്ലെ? വീണ്ടും നമ്മൾ ബാക്കിയുള്ള ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പൊ വീണ്ടും കവർ ചെയ്തിരുന്നു. SM സ്ട്രീറ്റിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകുന്ന SM സ്ട്രീറ്റിൽ ഒരുപാട് സ്റ്റാച്യു ഇല്ല ആ സ്ഥലത്ത്. ഇല്ല. ഇന്നിപ്പോ അവിടെ ആകെ മാറിയല്ലോ. സ്റ്റാച്യു വന്ന് റോഡിന്റെ മേലെയൊക്കെ എന്തൊക്കെയോ പിന്നെ ഇന്റർലോക്കിംഗ് ഒക്കെ പിടിപ്പിച്ച് എന്തെല്ലോ ചെയ്ത് അങ്ങനെയൊക്കെ ആകെ അതിന്റെ ആ ഭംഗിയൊക്കെ പോയി, ഒന്നുമില്ല. പിന്നെ അതിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാധാ തിയേറ്റർ. വളരെ ഇമ്പോർട്ടന്റ്. അതെ, ഒരു ജംഗ്ഷനാണ് അത്, രാധാ തിയേറ്റർ എന്ന് പറഞ്ഞത്. ഈ രാധാ തിയേറ്ററിൽ നമ്മള് പണ്ട് അതിന്റെ ആര്യഭവന് തൊട്ടിട്ടായും കൊണ്ട് ഒരു ക്യൂ ഉണ്ട് അതിന്റെ അകത്തേക്ക് കയറാനില്ല. ഇത് കയറണമെങ്കിൽ അത് നല്ല ഫസ്റ്റ് ഡേ പടമൊക്കെ ആണെങ്കിലേ അതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മള് അതിന്റെ മേലെ കൂടെ ഒക്കെ കേറിയിട്ട് ഒരു ഡാൻസ് കളിച്ച് അതിന്റെ ഒരു സ്റ്റണ്ടൊക്കെ നടത്തിയിട്ടാണ് അതിന്റെ ഉള്ളിൽ കയറി കണ്ട കാലഘട്ടം. അത് ഒരു ക്യൂ ഒക്കെ ഭയങ്കര അതൊന്നും ആലോചിക്കാൻ പറ്റൂല. എന്നാ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ എത്തുവോ? ആരും സംശയമില്ല. അന്നത്തെ ആ പ്രായത്തിന്റെ ഇതുകൊണ്ടൊക്കെ ചിലപ്പോ അതിനുള്ളിൽ കൂടെ ഒക്കെ കേറിയിട്ട് ആൾക്കാരെ മുകളിലൂടെ ഒക്കെ നടന്നിട്ടാണ് അതിനുള്ളിൽ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടിരുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര രസമാണ്. പിന്നെയാണ് നമുക്ക് അവിടെ ഇനി അവിടുത്തെ ഒരു ആളായിട്ട് പരിചയമായി, ഒരു മാനേജറായിട്ട് പരിചയമായി. അങ്ങനെ സ്ഥിരമായിട്ട് ടിക്കറ്റ് ചെയ്ത് വേണമെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കിട്ടുന്നത് നമ്മളെ പൂതേരിക്കാരതായിരുന്നു ആ തിയേറ്റർ. ആ തിയേറ്ററും ഹരിഭവനും ഒക്കെ അവർ തന്നെ ഇരുന്ന സ്ഥലം. പിന്നെ അത് കോളിയോട്ടുകാരായിരുന്നു ഹരിഭവൻ നടത്തിയിരുന്നു. അതെ, അവര് നടത്തുക. ഇപ്പോഴും അവരെ മകൻ അത് നടത്തുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. നല്ല പിന്നെ കുറച്ചും കൂടി സൗന്ദര്യവൽക്കരിച്ചു കൊണ്ട് അങ്ങനെ. അവിടെ ഒരു കണ്ണൂർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു തുണീന്റെ ഒരു ഷോപ്പ്, കണ്ണൂർ ടെക്സ്റ്റൈൽസ്. കണ്ണൂർ ഷോപ്പ് നമ്മൾ മലയാളത്തിൽ പറയും കണ്ണൂർ ടെക്സ്റ്റൈൽസ്. അതെ, അപ്പൊ അതൊന്നും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അവിടുന്ന് കുറെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു പഴയ സ്ഥലമാണത്, പഴയ ഒരു ഇതാണ് സംഗതി. പിന്നെ അവിടെ ഒരു സ്പീക്കർ സാധനമൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതാണ് പിന്നെ നമ്മളെ കൂടെ ഒക്കെ പഠിച്ച ആള് തന്നെയാണ്. അതാണ് പിന്നെ മാറിയിട്ട് നമുക്ക് അതിലിടയ്ക്ക് നമുക്കൊന്ന് ഈ രാധാ തിയേറ്ററിന്റെ മുമ്പിന്ന് നമുക്കൊന്ന് കോട്ട് റോഡിലേക്ക് ഒന്ന് പോകണം. അവിടെ കുറെ ലാൻഡ്മാർക്സ് മിസ് ചെയ്യാൻ പറ്റാത്ത കുറെ സംഗതികൾ. അപ്പൊ കാരണം ഈ സൈഡില് SM സ്ട്രീറ്റ് നമ്മളൊന്ന് മറ്റേ ഹനുമാൻ കോവിൽ വരെ പോയി, കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഈ ഭാഗത്ത് പോകേണ്ടത് പസഫിക് സ്റ്റോറിന്റെ മുന്നിലൂടെ അങ്ങനെ നേരെ അങ്ങോട്ട് മുന്നോട്ട് കോട്ട് റോഡിലേക്ക് അങ്ങോട്ട് കടന്നു ഇതേമാതിരി പല സ്ഥലങ്ങളുണ്ട് പഴയതായിട്ട് കിടക്കുന്ന, ഇന്നില്ലാത്ത. ഇന്ന് അതൊക്കെ എന്താ പറയാ, മൺമറഞ്ഞു പോയി തന്നെ പറയാ. ഒന്നുമില്ല, അതൊക്കെ ഒരു ഇതൊക്കെ പോയി. അവിടെ പിന്നെ മുന്നോട്ട് പോയ ഒരു വസന്ത ഭവൻ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഉള്ളിലേക്ക് ഇങ്ങനെ കേറിയിട്ട് വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ തമിഴ് മാനേജ്മെന്റില്. അതും അധികം പഴക്കല്ലോ ഒന്നല്ല, നമ്മളെ ഹരിഭവനും ഒന്നും വലിയ പഴക്കമൊന്നുമില്ല. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ വളരെ കുറഞ്ഞൊരു സമയത്ത് കുറച്ചൊരു ഇതൊക്കെ ആയിട്ട് കുറെ ദൈവത്തിന്റെ പടവും ചന്ദനത്തിലൊക്കെ കത്തിച്ചു വെച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോ ബീഡ വേണമെങ്കിൽ അത് കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മ. അതെ, ഉണ്ട്. ഈ വലിയ വീർത്തിട്ടുള്ളൊരു പൂരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നാനായിട്ട് അവിടെ എപ്പോ ചെന്നാലും നല്ല ചന്ദനത്തിരിയുടെ മണാണ്. മറ്റേ നെയ്റോസ്റ്റിന്റെ ചെന്നൈയിലെ ചില ഹോട്ടലുകളിൽ കയറിയ ഒരു ആംബിയൻസ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ കോഴിക്കോട് അങ്ങനത്തെ ഒരു ഫുഡ് ആദ്യമായിട്ടായിരുന്നു തോന്നുന്നു. അതിന് തൊട്ടിട്ടൊരു പഴയ അതിന്റെ തൊട്ടിട്ട് ഒരു ലെതറൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കാദിയാനികൾ, പഴയ ഒരു കാദിയാനി ടീം ഉണ്ടായിരുന്നു. അവിടെ ഇൻഫാക്ട് കുറെ ചെരുപ്പിന്റെ കടകള് അവിടെ ഉണ്ട്. ഈ ലെതറിന്റെ ഷോപ്പ് ഈ ലെതറിൻ്റെത് വളരെ പഴക്കല്ലത്, വളരെ പഴക്കല്ലൊരു സാധനം. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം, ഒരു ഹോട്ടൽ ഉണ്ട്, അതാണ് ഒരു ലാൻഡ്മാർക്ക്. ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇടയ്ക്ക് വെച്ച് കുറച്ചു കാലം അത് പൂട്ടിയിട്ടു, പിന്നെ വീണ്ടും റിവൈവ് ചെയ്തു. എങ്കിലും ആ ഹോട്ടൽ ഓർമ്മ ഈറ്റ് ഹൗസ്. അതൊരു സംഭവ സാധനമായിരുന്നു.
പഴയ പഞ്ചാബികൾ മുഴുവൻ കോഴിക്കോട് എത്തിയാല് തങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല ചപ്പാത്തി. അവിടെ റൂംസ് ഉണ്ടായിരുന്നു അല്ലേ? റൂംസ് ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാർ കുപ്പിയൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പോയാൽ അതിന്റെ വഴിയിൽ സ്ഥലം ഉണ്ടായിരുന്നു ഇരുന്ന് കുടിക്കാനൊക്കെ. അപ്പൊ ആൾക്കാർ അത് കുടിക്കലും കാര്യങ്ങളും. കോഴിക്കോടൻ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണം കിട്ടും, നല്ല ടേസ്റ്റി ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമായിരുന്നു അത്. നമുക്ക് അത് ശരിക്ക് ആദ്യം ചെറുങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പഞ്ചാബീസ് ഒക്കെ വന്നിട്ട് നിന്നാണ് ഇതൊരു വീറ്റ് ഹൗസ് ആയി മാറുന്നത്. അങ്ങനെ ഈ ഗോതമ്പ് അവർക്കില്ല ഭക്ഷണങ്ങളായിരുന്നു അതിന്റെ. പിന്നെ ചോറും അവിടുത്തെ ഉച്ചക്ക് നമുക്ക് തിന്നാൻ പറ്റിയ അടിപൊളി ഭക്ഷണമായിരുന്നു. ഞാനൊക്കെ എത്രയോ കഴിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. പിന്നെ അതൊരു കേറി കഴിഞ്ഞ ഒരു വീട്ടിൽ കയറിയ മാതിരി, ശരിക്കും ഒരു വീട്ടിൽ ഒരു പഴയ ഒരു ബംഗ്ലാവ് മാതിരി, ഒരു ഹോംലി ഫീലിംഗ് ഒക്കെ. അതൊക്കെ വിറ്റിട്ട് അതെല്ലാം നിർത്തി കളഞ്ഞത് മാറ്റാനും ശ്രമിച്ചില്ല അവർ. അത് ഏകദേശം അങ്ങനെ തന്നെ ഒരുപാട് കാലങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് കാലങ്ങൾ അത് കൊണ്ടുവന്നു. അവിടെ ഒരു ഫ്രണ്ട്, നമ്മളൊരു വീട്ടിൽ സ്ഥിരം ആളുണ്ടായിരുന്നു, ഒരു ശ്രീധരൻ. ശ്രീധരൻ എന്നൊരു ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് സ്ഥിരം ചോറ് വിളമ്പിത്തരല്ലോ മറ്റേ. അതിന്റെ ബന്ധം വേറെയുണ്ട്. നമ്മളെ സെന്റ് ജോസഫ് പ്രിപ്പറേറ്ററി സ്കൂളിന്റെ അടുത്ത് പണ്ടൊരു ക്വാളിറ്റി റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. ഈ ക്വാളിറ്റി റെസ്റ്റോറന്റിലായിരുന്നു നമ്മൾ ഉച്ചഭക്ഷണം പണ്ട്. 79 പൈസ, 79 പൈസ. 79 73 ചെറിയ ഡൗട്ട്. ആ പൈസയായിരുന്നു അന്ന്. ഈ ശ്രീധരനായിരുന്നു അവിടെ വിളമ്പല്. അത് കഴിച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പിന്നെ വെടിയും വരാൻ തുടങ്ങി. അപ്പൊ അവിടെ പോകും കഴിക്കും. അപ്പൊ ശ്രീധരനാണ് നമുക്ക് ഇതൊക്കെ കൊണ്ടോ അയാള് എന്താ അറിയില്ല, ഒരു ഓർമ്മ വന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതേമാതിരി ആ റോഡിലൊക്കെ അതേമാതിരി പഴയ ആൾക്കാരായ കുറെ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ ഈ മിഠായി തെരുവിലൂടെ യാത്രകളിൽ ഇല്ല കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ടൂറിംഗ് ബുക്ക് സ്റ്റോൾ മാരാറ്. ടൂറിംഗ് ബുക്ക് സ്റ്റോൾ മാരാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമസ് ആളായിരുന്നു. മനോഹരൻ തന്നെ അയാളുടെ മകനാണ് ഇപ്പൊ അതൊക്കെ നടത്തുന്നത്. പിന്നെ പിന്നെ വലിയ ബിൽഡിംഗ് ആയി, ഇപ്പൊ വലിയ സംഭവമായി. അന്ന് അവിടെ ഒരു ചെറിയ ഷോപ്പായിരുന്നു, ചെറിയ ഷോപ്പായിരുന്നു. അയാൾ വളരെ ചെറിയ ഇതിൽ നിന്ന് വളർന്ന് വിജയിച്ച ആളാണ്, കച്ചവടത്തിൽ വിജയിച്ച ഒരു മഹാനാണ് അയാൾ. അയാൾ പിന്നെ എനിക്ക് അയാൾക്ക് വേറെ ബന്ധമൊക്കെ ഉണ്ട്. എന്നെ പണ്ട് സ്കൂളിൽ നിന്ന് പിന്നെ ഒരു ചെറിയ ഒരു സമരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ഡിസ്മിസിലൊക്കെത്തി. അങ്ങനെ അതൊക്കെ എത്തിയ സമയത്ത് പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ വിളിച്ചപ്പോ എന്നെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് പിന്നെ എനിക്ക് വേണ്ടി സംസാരിച്ച ഒരാളാണ്. എന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അന്ന് അവിടെ വെച്ചിട്ട് കൊളാവേണ്ടതാണ്. ആ സമയത്ത് അയാള് അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്ന് മറക്കാൻ പറ്റാത്ത മനോഹരൻ നല്ലോണം പഠിക്കായിരുന്നു. അപ്പൊ നല്ലോണം പഠിക്കുന്ന വീട്ടിൽ അച്ഛന് കുറച്ചൊരു വെയിറ്റ് ഉണ്ടാകുമല്ലോ. പിന്നെ ഞാനൊരു മനോഹരന്റെ ഒരു ഫ്രണ്ടുമാണ്. പിന്നെ ഇയാളെ ചില കുടുംബങ്ങൾ എന്റെ വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാളായിട്ട് ഞാൻ നല്ല ബന്ധം. ഇയാൾ അവിടെ എപ്പോഴും വരും. അപ്പൊ അയാളെ കണ്ടിട്ടൊക്കെ ഒരു ബന്ധം. അങ്ങനെ അന്ന് അയാൾ എനിക്ക് വേണ്ടി ഒരു വാദിച്ച ഒരു മനുഷ്യനും കൂടിയാണ്. അന്ന് ഇപ്പോഴും അതിലേ പോകുമ്പോ നമ്മൾ അതും കൂടി ഒന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാധാരണ അതേമാതിരി അവിടെ ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട്. ടീച്ചർമാര് സ്ട്രോങ് ആക്കിയിട്ട് അത് പുറത്താക്കണം എന്നൊക്കെ ആവുമ്പോഴേക്കും സംഗതി മാറിയില്ലേ. അപ്പൊ അന്ന് നമ്മളെ മറ്റേ SFIന്റെ പിന്നെ മൂത്തു നിൽക്കുന്ന സമയമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ SFI മൂത്തു നിൽക്കുന്ന നേതാവായിട്ട് വിലസുന്ന ഒരു സമയം കൂടിയാണല്ലോ. ആർജിക്കുന്ന അതാണല്ലോ. നമ്മളെ CP ജോൺ, മത്തായി ചാക്കോ എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയും വയ്യിൽ നിന്നിട്ട് ഇന്നത്തെ മേയറ കേസ് മാതിരി മേയറൊക്കെ കണ്ടില്ല. പഴയ സ്റ്റീമില 24 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടില്ല സ്റ്റീമാണ് അതൊക്കെ. കളറാണല്ലോ. അപ്പൊ അതേമാതിരി ഡിവൈഎഫ്ഐ ഫേസ് കഴിഞ്ഞിട്ടില്ല. SFI കഴിഞ്ഞിട്ടില്ല എന്നാക്കി തോന്നുന്നത്. എന്നിട്ടല്ലേ SFI കഴിയാത്തതാണ് അതൊക്കെ. അതൊക്കെ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്, ബാലപാഠത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇന്നും എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഏതായാലും അങ്ങോട്ട് എത്തിപ്പോണ്ട, മടങ്ങി വരാം. വിഷയൊന്നും പോണ്ട, തിരുവനന്തപുരത്തിൽ പോകണ്ട. അപ്പൊ നമ്മൾ അങ്ങനെ ടൂറിംഗ് ബുക്ക് സ്റ്റോൾ ആയിരുന്നു അവിടുത്തെ ഒരു അവസാനത്തെ ഒരു ലാൻഡ്മാർക്ക് അല്ലേ? അതെ. ടൂറിംഗ് ബുക്ക് ക്ലോക്ക് ഒക്കെ വിൽക്കുന്ന കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. റാവുവിന് ഓർമ്മയുണ്ടോ?
ലാഫിംഗ് കണ്ണട വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ലാഫിംഗ് റൂട്ടിൽ തന്നെ. ക്ലബ് ഒക്കെ നടത്തുന്ന ആളാ റാവു. ഒരു ലാഫിംഗ് ഓ ക്ലബ് ഒക്കെ ശരി ഉണ്ട്. ശരി. നല്ല രസമാണ്. ഉം, റാവു വളരെ ലേശം ഉം. ചെറിയ സുഖമില്ല, കണ്ണിനൊക്കെ ഉണ്ട്. ഓക്കെ എന്നാലും ഓക്കെ. ഒരു ഭയങ്കര തമാശ വിറ്റായിട്ട് അന്നത്തെ HMT ഉം. വാങ്ങിച്ചു കിട്ടുന്ന മെയിൻ സ്ഥലമായിട്ട് റാവുണ്ട്. ആ എപ്പോഴും അതന്നെ. പരസ്യം ഉണ്ടാവും. റാവൂസ് ഉം, എന്നൊക്കെ ഉം. പറഞ്ഞിട്ട് വാച്ച് എന്നൊക്കെ അതെ പറഞ്ഞ് പരസ്യമൊക്കെ ഉണ്ടാവും. ഞാനായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു, നല്ല അതെ. കണക്ഷൻ. പിന്നെ അവിടെ തന്നെ കോട്ട് റോഡിന്റെ ആരംഭത്തിൽ തന്നെ SM സ്ട്രീറ്റിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കണ്ണട വെക്കുന്ന, എല്ലാരും കണ്ണട മാറ്റാൻ പോകുന്ന ഒരു സ്ഥലല്ലേ. ഡോക്ടർ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മറ്റേ അന്ന് പ്രഭാരൻ ഡോക്ടർ ആയിരുന്നു അന്നത്തെ ഏറ്റവും പേരെടുത്ത ആള്. എന്താ പറയാ അതിന്റെ ഷോപ്പ് എനിക്ക് ഐ ഓർമ്മ വന്നു, സ്പെഷ്യലിസ്റ്റ് അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതുമാതിരി സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്ന മറ്റേ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, സ്റ്റീൽ പാത്രങ്ങളുടെ ഷോപ്പ്. വലിയ ഷോപ്പായിരുന്നു, വലിയ നീളത്തിൽ, ഉള്ളിലേക്ക് നീളല്ലേ, പേര് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതുമാതിരി മധു, നമുക്ക് ഓർമ്മ ഉണ്ടോ ഒരു SM സ്ട്രീറ്റില് ഒരു എല്ലാം കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നില്ല, ശങ്കരൻ സ്റ്റോർ എന്നിട്ട് പറഞ്ഞിട്ട്. എല്ലാം മുത്തുസൂചി മുതൽ അങ്ങോട്ട് സകല സാധനവും കിട്ടുന്ന ഒരു കടയായിരുന്നു ശങ്കരൻ സ്റ്റോർ. മനോജ്, എന്റെ പേര് മനോജ് മനോജ് അവനിങ്ങനെ എല്ലാം കൂടി ഇപ്പോഴും ഉണ്ട് തോന്നുന്നു. നമ്മളൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. എന്ത് കിട്ടുമല്ലോ, എന്ത് സാധനം, ഉപ്പിട്ട് കറവ, ഒരു കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലോ, പിന്നെ ഈ തുന്നൽ ഐറ്റംസ് അല്ലോ. അതായത് സ്ത്രീകൾക്കൊക്കെ അതിന്റെ ഉള്ളിൽ സ്ത്രീകളായിരിക്കും മുഴുവൻ. സ്റ്റേഷനറി ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാല് മുഴുവൻ സ്ത്രീകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഓരോരുത്തർ. കാരണം അന്നൊക്കെ ഈ മറ്റേ പലരും ഈ ഡ്രസ്സൊക്കെ സ്വയം തയ്ക്കുകയായിരുന്നല്ലോ. പിന്നെ ചെറിയ റിപ്പയർ ഒക്കെ സ്വന്തം ചെയ്യും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അത്യാവശ്യം നമ്മള് മിസ്സായി പോയ ഒരു ഷോപ്പ്, സ്പോർട്സ് ഗുഡ്സ് വെക്കുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജ് ഉള്ള ഒരു ഷോപ്പ്, SM സ്ട്രീറ്റിൽ. അവിടെ ക്യാരം ബോർഡ്, പിന്നെ ഫുട്ബോള്, നമ്മുടെ ബാഡ്മിന്റൺ. ഓ ശരി ശരി. ഓക്കെ, അതെ, അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അന്ന് നമ്മൾ ഏകദേശം ഹനുമാൻ കോവിലിന്റെ അവിടെ അല്ലേ, നമ്മൾ അന്ന് ആ പാഴ്സികളുടെ സ്ഥലമൊക്കെ നമ്മൾ പറഞ്ഞു. കലന്തൻകാന്റെ ജ്യൂസ് പീടിയ വരെ എത്തിയപ്പോഴാണ് വിറ്റ്കോന്റെ മുന്നിലില്ലേ, മറ്റേ ബാഗ് ഇതൊക്കെ വിൽക്കുന്ന വിറ്റ്കോന്റെ മുന്നിൽ വരെ എത്തിയിട്ടാണ് ഇപ്പോൾ. അതെ അതെ അതെ. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ ഹനുമാൻ കോവിൽ കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ എന്നറിയില്ല, അന്നത്തെ ഏക ബാറ്റ ഷോറൂം അല്ലേ. രാവിലെ കൃത്യസമയത്ത് തുറക്കും, 8 മണിയാകുമ്പോ കൃത്യമായിട്ട് അടയ്ക്കുന്ന. മറ്റേ അത് ഷോപ്പിൽ ഇരിക്കുന്നവരൊക്കെ നല്ല പാന്റും ഷർട്ടൊക്കെ ടക്കൊക്കെ ചെയ്ത്, ഷർട്ടൊക്കെ ഇൻ ചെയ്തിട്ട് നല്ല സ്റ്റൈലില് നിൽക്കുന്ന, മറ്റേ ചെരുപ്പൊക്കെയാണ് എടുത്തു തരുന്നെങ്കിലും നല്ല സ്പിക്ക് ആൻഡ് സ്പാൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു നമ്മളറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുറെ അവിടെ. ഉണ്ട്. ഇൻഫാക്ട് നമ്മളെ പരിചയമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അച്ഛനായിരുന്നു അതിന്റെ, എനിക്ക് തോന്നുന്നു, മാനേജർ എന്തോ കുറെ വർഷങ്ങൾ. അതെ അതെ, അതുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ അനുഭവം കടന്നിട്ട് പോവാ. പിന്നെന്താണ് അടുത്ത സ്ഥലങ്ങൾ? വിറ്റ്കോ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇടത്തോട്ട് തിരിയണം അല്ലേ? ഇടത്തോട്ട് തിരിയാം. ഇനി നേരെ വേണമെങ്കിൽ പോകാം, ഒന്ന് നമുക്ക്. അതെ 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 അതെ. അത് ഏതാ വെച്ചാൽ അത് മധുവിന്റെ ഇഷ്ടംമാതിരി ഏതാണ് റൂട്ട് എന്നുള്ളത് എടുത്തോളൂ. നമുക്ക് ഇങ്ങനെ തിരിയാം, ഇടത്തോട്ട് തിരിയാം. ഇടത്തോട്ട് തിരിഞ്ഞങ്ങനെ ഇങ്ങനെ പോകാം. ഇടത്തോട്ട് തിരിഞ്ഞങ്ങനെ പോവാ. ഇടത്തോട്ടൊന്ന് തിരിയാം. അങ്ങനെ പോയി കഴിഞ്ഞാല് കേരള സ്റ്റേഷനറി മാർട്ട് ഓർമ്മ ഉണ്ടോ? കേരള സ്റ്റേഷനറി മാർട്ട് പടകം വിൽക്കുന്ന ജഗദീഷ് എന്ന് പറയുന്നത്. അന്ന് നമ്മളൊരു കാര്യം ആലോചിച്ചാലേ, നമുക്ക് ഓരോ ഷോപ്പിന്റെയും ഓരോ ഓണർമാരെ വരെ ബന്ധമുണ്ട് അല്ലേ? പേഴ്സണൽ ടച്ച്. ഇപ്പൊ നമ്മളെ ഈ പറയുന്ന കൂട്ടത്തില് നമ്മൾ എത്ര ആളെ പേര് പറഞ്ഞു. വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതിൽ പലരുടെയും മക്കള് നമ്മളൊക്കെ കൂടെ പഠിച്ചവരാ. അതെ, പലരുടെ മക്കൾ. സെന്റ് ജോസഫ് ബുക്ക് സ്റ്റോർ ഒക്കെ അല്ലേ, മറ്റേ PV ബുക്ക് സ്റ്റോർ. ബുക്ക് സ്റ്റോറും പിന്നെ PK ബ്രദേഴ്സ് 2 ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. അതെ, സജീവൻ. അപ്പൊ പിന്നെ ഇപ്പുറം വന്ന നാഷണൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അത് വിട്ടു. ഫേമസ് അല്ലേ അന്നത്തെ കാലത്തെ, ഒരു വലിയ സ്റ്റുഡിയോ അല്ലേ അത്. അന്ന് ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ ഒന്ന് നാഷണൽ ഭാസ്കരേട്ടനെ ഇവിടെ തന്നെ കാണണം. പ്രവീണൊക്കെ നമ്മളെ കോളേജിൽ പഠിച്ചതുമാണല്ലോ.
നല്ല ഹൈറ്റ് ആയിട്ടുള്ള. സ്കൂൾ മുതൽ പഠിച്ചതാണ്. അവര് 3-4 ആളുണ്ടായിരുന്നു, ബാബി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ നല്ലൊരു രസമായിരുന്നു അന്ന്. പിന്നെ അവര് എന്താ പറയാ, they used to go out of the way കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. നല്ല കസ്റ്റമർ സർവീസും ഒക്കെ ആയിരുന്നു അന്ന്. അയാളൊരു പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണന്റെ ഏട്ടനായിരുന്നു, പിന്നെ അത് മാറി രാധാകൃഷ്ണനായിരുന്നു. അത് വേറെ കഥകൾ ആവട്ടെ. എനിക്ക് മൊയ്തീൻപള്ളി റോഡില് എനിക്ക് ഓർമ്മ വരുന്ന ഒരു സ്ഥലം, ഒന്നൊരു ശാന്തഭവൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അല്ലേ? ശാന്തഭവൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ ഒരു ക്ലിനിക്, ഒരു എന്താ പറയാ, വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇതായിരുന്നു. എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ബെഞ്ചാണ്, ഈ ബെഞ്ചിൽ ഫുള്ള് പേഷ്യൻസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരും ചില ദിവസങ്ങളിൽ. പ്രത്യേകിച്ചിട്ട് ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും അവിടെ ക്യൂ ശരിക്കും കാണാം. അത് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ അന്ന് ഈ മരുന്ന് മേടിക്കണമെങ്കിൽ കുപ്പിയൊക്കെ ആയിട്ട് വേണം പോവാൻ. അവരതിന്ന് എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഒഴിച്ചു തരും. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ഓർമ്മയുണ്ട്. അതൊക്കെ പഴയ ആ ആൾമാറകളൊക്കെ ഏരിയയില് ആ വൈദ്യശാലയൊക്കെ കാണാൻ ഒരു ഭംഗിയായിരുന്നു അല്ലേ? ഇന്നിപ്പോ അങ്ങനത്തെ ഒന്നും കാണാനും ഇല്ല. അപ്പൊ എല്ലാം ഫാഷനായി പോയില്ലേ? വല്ലാത്ത ഫാഷൻ, സ്റ്റൈലിഷ് ആയി. കോട്ടക്കലിന്റെ ഉള്ളിൽ പോയി മറ്റേ കോട്ടക്കൽ ആര്യവൈദ്യശാല ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മാറി. പക്ഷെ എന്നാലും ബേസിക് അവരുടെ ആ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയും എല്ലാം മറ്റേ ഗ്ലാസ് അൽമാറകളൊക്കെ തന്നെയാണ്. ഈ ശാന്തഭവൻ നമ്മൾ എപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലേ? ഇടക്കിടക്ക് ഒരു എന്തെങ്കിലും ചില ആൾക്കാര് പഴയ ഒരു എന്താ പറയാ, മൂപ്പര് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്തോ ആയിരുന്നു, ഒരു പുങ്കൻ നായർ എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടർ. അപ്പൊ ഞങ്ങളായിട്ട് എന്റെ ശരിക്ക് അമ്മയുടെയൊക്കെ ചെറിയമ്മയുടെ ഭർത്താവാണ്. മൂപ്പരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, മൂപ്പർ അങ്ങനെ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ കഴിക്കുകയാണെങ്കിൽ ശാന്തഭവൻ എന്ന് കഴിക്കും. അങ്ങനെ മൂപ്പര കൂടെ ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഹോട്ടലിന്റെ ഓണറുടെ പേരാണ് ചന്തുകുറിച്ചൻ. ഹരിദാസൻ ഏറ്റവും ഇളയ മകൻ നമ്മൾ പരിചയമില്ലേ. ബാക്കി അതിന്റെ മുകളിൽ മൂത്ത ആൾക്കാരൊക്കെ വേറെ. വേറെയായിരുന്നു ജയ്ഹിന്ദ് എന്നിട്ട് അപ്പുറം വേറെ ഹോട്ടലുണ്ട്. ഈ ഹരിദാസനല്ല നമ്മളെല്ലാരും വിളിക്കുക ജയ്ഹിന്ദ് ഹരിദാസൻ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ SM സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വന്ന് മൊയ്തീൻപള്ളിന്റെ മുന്നിലൂടെ ഒക്കെ ഇങ്ങനെ വന്ന് നമ്മളാ ആ റൗണ്ടൊക്കെ അടിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കേ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് മതിയാവില്ല. നമ്മളെ ആ കോഴിക്കോട് നഗരത്തിന്റെ അകത്തു കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനി പോകാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കിടക്കേന്റെ ഒക്കെ ഒരു വീഡിയോ ഓർമ്മ ഉണ്ടോ? ഒരു കിടക്ക വിടുന്ന വീഡിയോ. അതിന്റെ അപ്പുറത്ത് ഒരു പിന്നെ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അത് കിടക്കണ്ടെന്ന് തോന്നുന്നു. നിസാർ അത് പറയുമ്പോഴാണ് ഒരു ടെമ്പററി സ്ട്രക്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവര് ഈ മറ്റേ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് SM സ്ട്രീറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലും ഉണ്ടായിരുന്നു. ഒരു ടെമ്പററി സ്ട്രക്ചർ, അതായത് ഒരു പെർമനന്റ് ബിൽഡിംഗ് അല്ല, ഒരു ടെമ്പററി സ്ട്രക്ചർ വെച്ചിട്ട് അതിന്റെ സ്നോ വൈറ്റ് എന്നായിരുന്നു തുടക്കത്തില് ഓർമ്മ ശരിയാണെങ്കിൽ. ഇടത്ത് ഭാഗത്ത് സ്നോ വൈറ്റ് അവർ ചെരുപ്പ് വീടിന്റെ അപ്പുറം ഉണ്ടായിരുന്നു. പിന്നെ അതുണ്ടായിരുന്നു. ടാക്സി സ്റ്റാൻഡ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നുപോയി. ടാക്സി സ്റ്റാൻഡ് അവിടെ ആയിരുന്നു. അല്ല നമ്മൾ പിന്നെയും ഇങ്ങോട്ട് തന്നെ വന്നുപോയി. അല്ല ഞാൻ പറയാം, ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഓരോന്നിങ്ങനെ തിരിച്ചു വരികയാണ് ഓർമ്മ. അതെ അങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടില്ല അല്ലേ? അല്ല ഓരോ കടയ്ക്കും ഒരു ഇതുണ്ടായിരുന്നു, ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത് ഇങ്ങനെ എപ്പിസോഡ് ചെയ്യാൻ കാരണം. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഇതൊന്നും അല്ല, ഭയങ്കര ഷോറൂം ഒന്നും ആയിരുന്നില്ല, സാധാരണ കടകള്. പക്ഷെ ഓരോ കടയ്ക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഓണേഴ്സ്, എടുത്തു തരുന്ന ആൾക്കാർ. കോഴിക്കോട് പിന്നെ പൊതുവെ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയാണല്ലോ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാം. പിന്നെ വളരെ അപൂർവം ആൾക്കാർ മാത്രം ഈ ഓണർ കുറച്ചൊരു എന്താ പറയാ, ഒരു മരണനായിരിക്കും. പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അതിനെ പറ്റിയ ജോലിക്കാരുണ്ടാവും. കസ്റ്റമറായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്ന ആൾക്കാര് അല്ലേ? അവര് ചിലപ്പോ പറയും അയാളൊരു ഭയങ്കര ഇതാണ്, ഒരു മൂരാച്ചിയാന്ന് പറയും. പക്ഷെ ആ മറ്റേ
ജോലിക്കാരനോട് പറഞ്ഞാൽ മതി, അവൻ നന്നായി എടുത്തു തരും എന്നുള്ള അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് വേറെ ഈ ഹോൾസെയിൽ സ്റ്റേഷനറി ചില ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കൂട്ടത്തിൽ കുറെ കുന്നംകുളം ഷോപ്പുകൾ ഉണ്ടായിരുന്നു അന്ന്. ആ ഏരിയയിൽ കുറെ ഉണ്ടായിരുന്നു. അതല്ലേ മറ്റേ ഇതൊക്കെ വെക്കുന്ന മറ്റേ മിററൊക്കെ വെക്കുന്ന ഷോപ്പില്. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കുന്നംകുളം പിന്നെ ചാക്കുണ്ണി എന്നൊക്കെ പറഞ്ഞ ആളെ ഷോപ്പ് ഉണ്ടായിരുന്നു, സ്റ്റേഷനറിയിലെ ചാക്കുണ്ണി. അയാളാണ് നമ്മളെ എയർപോർട്ടിനൊക്കെ വേണ്ടി പണ്ട് സമരമൊക്കെ ചെയ്തിരുന്ന ഒരു എന്താണ് കോഴിക്കോട് മർച്ചന്റ്സ് അസോസിയേഷനോ അങ്ങനെ എന്തൊക്കെയോ വലിയ ആൾക്കാരായിരുന്നു അത്. അതൊക്കെ അവരൊക്കെ വലിയ സമരമൊക്കെ ചെയ്ത് എയർപോർട്ടിനൊക്കെ വേണ്ടി നടന്ന ഒരാളെ തന്നെയാണ്. അതെ കോഴിക്കോട് ശരിക്കും എയർപോർട്ടിന് വേണ്ടിയിട്ട് മറ്റേ അവിടുത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ. ഒരു കാരണവശാലും കിട്ടില്ല എന്ന് വിചാരിച്ച സാധനല്ലേ. ഏകദേശം നമ്മളെ അതൊക്കെ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകരോട് വീണ്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ എൻകറേജ് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ കാണുന്നവരെ നമസ്തേ. ഇനിയും ഇത് വീണ്ടും തുടരേണ്ടി വരും എന്ന് തോന്നുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. പിന്നെ ഈ ടോപ്പിക് തന്നെ കാരണം ഈ കോഴിക്കോട് നഗരത്തിന്റെ കൂടെ ഉള്ള യാത്ര തീരാൻ തന്നെ കുറെ ദിവസം എടുക്കുന്നു. പഴയത് പറയാം, വെല്ലിങ്ങാടി വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ നിർത്താം. എല്ലാരും സഹകരിക്കുക.